മലരിക്കൽ ആമ്പൽപ്പാടത്തിലേക്കാവാം ഇന്നത്തെ യാത്ര. അധികം ട്രാവൽ ദൃശ്യങ്ങൾ ഒന്നും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. എന്നിരുന്നാലും ഒരു ട്രാവൽ വ്ലോഗ് ആകുമ്പോൾ കുറച്ചൊക്കെ യാത്ര ചെയ്യുന്ന വഴികൾ ഉൾപ്പെടുത്തണമല്ലോ. കുറേയായി നമ്മുടെ ചാനലിൽ ട്രാവൽ വ്ലോഗ് തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. അതേപ്പറ്റി അധികം ധാരണയില്ലാത്തത് കൊണ്ട് നീണ്ടുപോയി. എന്തായാലും രണ്ടും കൽപ്പിച്ച് ചെറിയ രീതിയിൽ അങ്ങ് തുടങ്ങുകയാണ്. തെറ്റുകൾ ഉണ്ടാവും, ക്ഷമിക്കുക. അതേ ഇപ്പോൾ പറയാനുള്ളൂ. കോട്ടയം കുമരകം റൂട്ടിൽ തിരുവാർപ്പ് എന്ന റൂട്ടിലേക്ക് തിരിഞ്ഞു പോകുന്നിടത്താണ് 2019 മുതൽ ലോകമറിഞ്ഞു തുടങ്ങിയ മലരിക്കൽ ആമ്പൽപ്പാടം. ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഓണം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ്. ഓണത്തിന്റെ ഹാങ് ഓവറിൽ എല്ലാവരും ഇരിക്കുന്നതിനാൽ അധികം തിരക്കൊന്നും ഉണ്ടാകില്ല എന്ന് കരുതി പ്ലാൻ ചെയ്ത് എത്തിയതാണ്. എന്നാൽ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പ്ലാനുകളെ തകിടം മറിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കാല് കുത്താൻ ഇടമില്ല എന്ന് വേണം പറയാൻ. രാവിലെ തന്നെ നല്ല തിരക്ക്. ഏകദേശം 5:30 ആകുമ്പോൾ മുതൽ ഇവിടെ ആൾക്കാർ വന്നു തുടങ്ങും. 7:30 മുമ്പെങ്കിലും വന്നാലേ ആമ്പൽ പൂത്തു നിൽക്കുന്ന റിയൽ ബ്യൂട്ടി ആസ്വദിക്കാൻ സാധിക്കൂ. ഈ ഒരു മാസം, അതായത് സെപ്റ്റംബർ അവസാനത്തോടുകൂടി ആമ്പൽ വസന്തം അവസാനിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരാൻ പ്ലാൻ ചെയ്യുന്നവർ പെട്ടെന്ന് പോരുക. ഇതാണ് ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച. വഴി നിറയെ വണ്ടികൾ പാർക്ക് ചെയ്തു കിടക്കുന്നു. ആമ്പൽപ്പാടത്തിന് മുമ്പിലുള്ള സ്ഥലങ്ങളിൽ ഇവിടുത്തെ വീട്ടുകാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 4 വീലർ 30 രൂപയും 2 വീലർ 10 രൂപയുമാണ്. ചിലർ 20ഉം വാങ്ങുന്നുണ്ട്. അതിപ്പോൾ എത്രയാണെങ്കിലും വഴിയിലൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് പോരുന്നതിലും നല്ലത് സേഫായി ഇവിടുത്തുകാർ ഒരുക്കിയിരിക്കുന്ന പാർക്കിങ്ങിൽ വണ്ടി ഇടുന്നതാണ് നല്ലത്. അവരാകുമ്പോൾ വണ്ടിയും നോക്കിക്കൊള്ളും നമ്മൾ പോരുന്നത് വരെ. ഏകദേശം 1.5 മണിക്കൂറിൽ കുറയാതെ നമ്മൾ അവിടെ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയും അവർ സേഫായി നോക്കിക്കൊള്ളും. ഇതൊക്കെയാണ് മലരിക്കൽ ആമ്പൽപ്പാടത്തിലേക്ക് എത്തുമ്പോഴുള്ള വഴിയോര കാഴ്ചകൾ. നമ്മൾ ഏകദേശം 6:30 ആയപ്പോഴത്തേക്കാണ് എത്തിയത്. ആൾക്കാരൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആമ്പൽപ്പാടത്തിലേക്ക് എത്തിയവരുടെ വണ്ടികളൊക്കെ തന്നെയാണ് ഈ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അതായത് ഇവിടുത്തെ വീട്ടുകാർ ഒരുക്കിയിരിക്കുന്ന പാർക്കിംഗ് സ്പേസ് ആണ് ഈ കാണുന്നതൊക്കെ. അതുപോലെ തന്നെ ഈ ആമ്പൽപ്പാടത്തിനോട് അനുബന്ധിച്ച് സൈഡിലായി കാണുന്ന ഒരു വഴിയാണിത്. അത്യാവശ്യം സൈറ്റ് സീയിങ് ഒക്കെ ഇതുവഴി നടന്നാലും നമുക്ക് കിട്ടും. ഇവിടെ വരുന്നവരൊക്കെ തന്നെ അത്യാവശ്യം ഇതുവഴി കുറച്ച് ദൂരമൊക്കെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ അതുവഴി ഒന്ന് കറങ്ങി നോക്കിയതാണ് എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് എന്ന്. ഇത് ഈ ആമ്പൽപ്പാടത്തിന്റെ സൈഡിലെ കുറച്ച് ദൃശ്യങ്ങളൊക്കെയാണ്. ആമ്പൽ അത്യാവശ്യമൊക്കെ പൂത്തു നിപ്പുണ്ട്. ഇതിവിടെ ആമ്പൽ പറിച്ച് കെട്ടായിട്ട് വിൽക്കാനായി വെച്ചിരിക്കുന്നതാണ്. ഏകദേശം 25 രൂപ എന്തോ ആണ് ഒരു കെട്ടിന്. എന്നാൽ ഇനി വെച്ചു താമസിപ്പിക്കാതെ ആമ്പൽപ്പാടത്തിലേക്ക് ഇറങ്ങാനുള്ള കലാപരിപാടികൾ തുടങ്ങാം. അതിന് ആദ്യം തന്നെ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന വള്ളം സെറ്റാക്കണം. നല്ല തിരക്കാണെങ്കിലും അധികമൊന്നും വെയിറ്റ് ചെയ്യാതെ തന്നെ നമ്മൾക്ക് വള്ളം കിട്ടും. വള്ളങ്ങളൊക്കെ കറക്കം കഴിഞ്ഞ് വരുന്നുമുണ്ട്. ആളുകളുമായി ഫീൽഡിലേക്ക് പോകുന്നുമുണ്ട്. 100 രൂപയാണ് ഒരാൾക്ക് ആമ്പൽപ്പാടത്തിലൂടെയുള്ള വഞ്ചി സവാരിക്ക് ചാർജ് ചെയ്യുന്നത്. ചെറിയ വള്ളങ്ങൾ തൊട്ട് 7-8 പേരെ കയറ്റാൻ പറ്റുന്ന വള്ളങ്ങളുമുണ്ട്. ഇവിടെ വന്ന് ആരും വള്ളത്തിൽ കയറാനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. മറിഞ്ഞു വീണാൽ പോലും കാര്യമായൊന്നും സംഭവിക്കില്ല. നമ്മുടെ മുട്ടപ്പം മാത്രമേ വെള്ളമുള്ളൂ. നമ്മൾക്ക് പോകാനുള്ള വള്ളം നോക്കി നിൽക്കുന്ന കാഴ്ചയാണ്. വള്ളക്കാർ ഓരോ സെറ്റിനെ ആമ്പൽപ്പാടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാ ഒരു ഫാമിലിയുമായി വള്ളം പോകുന്നു. തൊട്ടപ്പുറത്ത് മറ്റൊരു ടീം കറക്കമൊക്കെ കഴിഞ്ഞ് തിരികെ എത്തിയിരിക്കുന്നു. ഇവരെ കരക്ക് കയറ്റിയിട്ട് വേണം നമുക്ക് പോകാനുള്ള വള്ളം അടുപ്പിക്കാനായിട്ട്. ഇനിയപ്പോൾ കുറച്ചു നേരത്തേക്ക് ആമ്പൽപ്പാടത്തിന്റെ നടുവിലൂടെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ട് നമുക്ക് വരാം. അതിന്റെ കാഴ്ചയൊക്കെ കാണിക്കാം. ഈ ഒരു വള്ളക്കാരനും കൂടി അങ്ങോട്ട് പോയിട്ട് വേണം നമ്മുടെ വള്ളം ഇങ്ങോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ കയറി ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നല്ല തിരക്കുമായിരിക്കും. നമ്മുടെ വള്ളം ഇങ്ങോട്ട് അടുപ്പിക്കുന്ന കാഴ്ചയാണ്. അത്യാവശ്യം നല്ല വള്ളമാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുകൊണ്ട് ഡ്രസ്സിലൊന്നും അഴുക്ക് പറ്റാതെ നമുക്ക് പോയിട്ട് വരാം. അപ്പം നമ്മുടെ വള്ളവുമായിട്ട് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുവാണ്. ഇങ്ങോട്ട് വരാൻ നോക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, പറ്റുന്നതും 5:30 ഇറങ്ങാൻ പറ്റാത്തവർ പറ്റുന്നതും 7:30 മുന്നേ ഇറങ്ങാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ശരിക്കും ആമ്പലൊക്കെ പൂത്തു നിൽക്കുന്നത് കാണാൻ സാധിക്കൂ. അല്ല എന്നുണ്ടെങ്കിൽ താമസിക്കുന്നതിനനുസരിച്ച് ആമ്പലുകളൊക്കെ വാടി തുടങ്ങും. അതുപോലെ തന്നെ ആൾക്കാർ പറിച്ചുകൊണ്ട് പോകും. വള്ളമൊക്കെ കയറി ഇറങ്ങി നശിച്ചിട്ടുണ്ടാവും. ഇഷ്ടം പോലെ ആൾക്കാർ ഫീൽഡിലേക്ക് വള്ളവുമായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ മുന്നിൽ കൂടെ ഒരു കപ്പിൾസൊക്കെ ഫോട്ടോ എടുത്ത് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആമ്പലൊക്കെ നന്നായിട്ട് പൂത്തു നിൽക്കുന്ന ഏരിയയിൽ വരുമ്പോൾ വള്ളക്കാരുമായി സംസാരിച്ച് കഴിഞ്ഞാൽ അവർ വള്ളത്തിൽ നിന്ന് ഇറങ്ങി വള്ളം പിടിച്ചു നിർത്തി തരും. നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇതൊരു ചേച്ചി വള്ളവും തള്ളിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. ഇതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇവിടെ അധികം വെള്ളമൊന്നുമില്ല. നമ്മുടെ മുട്ടിന് താഴെ മാത്രമേ വെള്ളമുള്ളൂ. ആരും വരുന്നതിനും കയറുന്നതിനും ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഇതുപോലെ തന്നെയാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വള്ളം പിടിച്ചു നിർത്തി തരുന്നത്. 2 വള്ളമൊക്കെ ഹയർ ചെയ്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ടുമായിട്ട് വരുന്നവർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്. ഈ ഒരു ഏരിയ മാത്രമല്ല ആമ്പൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. അതായത് ഏക്കർ കണക്കിന് ആമ്പൽ പൂത്ത് നിൽക്കുന്ന പാടം തൊട്ടപ്പുറത്തുണ്ട്. അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വള്ളം മതിയാകത്തില്ല. എൻജിൻ ഘടിപ്പിച്ച വള്ളം തന്നെ വേണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 1500 രൂപയാണ് വള്ളക്കാർ നമ്മുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യുന്നത്. അതിപ്പം നമ്മൾ ഒരാളോ ഉള്ളെങ്കിലും 7 പേരോ ഉള്ളെങ്കിലും ഒരേ ചാർജ് തന്നെയാണ്. ഏകദേശം 3-3.5 മണിക്കൂർ നമുക്ക് കറങ്ങിയിട്ട് വരാൻ സാധിക്കും. ഇഷ്ടം പോലെ ആമ്പലൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. നന്നായിട്ട് ആമ്പലൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണണമെന്നുള്ളവർക്ക് അങ്ങോട്ടേക്ക് പോകാം. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു 1 മണിക്കൂർ അടുത്ത് കറങ്ങാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇത് നടുക്ക് വെച്ചൊരു പൂക്കൈമാറ്റം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കപ്പിൾസ് വരുന്നുണ്ട്, ഫാമിലി അടക്കമാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലും നമ്മളും വലിയ ഫേമസ് അല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ താഴെ ഒരു കമൻ്റ് ഇടുക. അപ്പോൾ ഇതൊക്കെയാണ് മലരിക്കൽ ആമ്പൽപ്പാടത്തിലെ കാഴ്ചകൾ. ഇതുപോലെ മറ്റ് സ്ഥലങ്ങളിലെ വീഡിയോയുമായിട്ട് ഇനിയും ട്രാവൽ ബ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണവും ഉണ്ടായിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ. കൂടുതൽ വീഡിയോയുമായിട്ട് മറ്റൊരു ബ്ലോഗിൽ കാണാം.